ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് ഒരു കാർ ഉപയോഗിക്കുന്നവർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതും ഞാനല്ല പറഞ്ഞിരുന്നത്, അളിയനാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം അവനിലേക്ക് ഞാൻ ക്യാമറ കൊണ്ടുപോകാം. ഹലോ ഗൈസ്, ഹായ്. അപ്പം നമ്മളെല്ലാവരും കാർ ഉപയോഗിക്കുന്നവരാ. അതിപ്പം അളിയൻ്റെ ആവും, അച്ഛൻ്റെ ആവും, ചേട്ടൻ്റെ ആവും. നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ കാർ ഉപയോഗിക്കുന്നവരാ. കാറിനോട് കൂടുതൽ ക്രേസ് ഉള്ളവരുമാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മിക്കവർക്കും അറിയത്തില്ല. ഇപ്പോൾ ലേഡീസ് കൂടുതലായിട്ടും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഓഫീസിൽ പോകുന്നവർ ഒക്കെ നമ്മൾ തന്നെ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിലും നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ടയർ പഞ്ചറായാൽ എങ്ങനെ മാറണമെന്ന് പോലും അവർക്കറിയത്തില്ല. പിന്നെ ചിലവർക്ക് റേഡിയേറ്ററിലെ കാര്യങ്ങൾ അറിയത്തില്ല, ചിലർക്ക് എ സിയുടെ കൂളിംഗ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല, എ സി ഗ്യാസ് ബില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നോരോന്നിട്ട് എനിക്കിപ്പോൾ ഞാൻ വലിയ ജ്ഞാനിയോ അല്ലെങ്കിൽ വലിയ മെക്കാനിക്കോ ഒന്നും അല്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവനെ എവിടെ നിന്ന് വന്നെന്നൊക്കെ തോന്നും. പക്ഷേ എനിക്കറിയാവുന്നതും എൻ്റെ അനുഭവങ്ങളിൽ വെച്ചും ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പായോ ഇപ്പം തന്നെ നമ്മൾ വെളിയിൽ നിന്ന് ഏറ്റവും ബേസിക് ആയിട്ടൊരു കാര്യം നമ്മുടെ ടയറിൻ്റെ ഹെൽത്ത്. ഇപ്പം ഈ ടയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എങ്ങനെയാണെന്ന്? നിങ്ങൾ എവിടെ പോയി ഒരു ടയർ മേടിക്കുമ്പോഴും എടുക്കുമ്പോഴും ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ ഏത് ടയറിനാണെങ്കിലും നിങ്ങൾ ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെക്കണം. ഇത് കണ്ടോ ഈ കോളത്തിൽ കൊടുത്തേക്കുന്നത് 28/16 ഈ 8-ാം മാസം 16-ാം വർഷം 2016 8-ാം മാസം എന്നാണ് ഇതിനർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇനി നിങ്ങൾ ടയറുകളിൽ പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. പിന്നെ ടയറിൻ്റെ ഗ്രിപ്പ് ഇത് നോക്കിയേ. ഇപ്പോൾ ഈ ഗ്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രിപ്പൊക്കെ ഇതൊക്കെ മാറാനായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരു ടയറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 ഇയർ അല്ലെങ്കിൽ ഒരു 40,000 കിലോമീറ്റർ. അത് നിങ്ങൾ മനസ്സിലാക്കി വേണം കറക്റ്റായിട്ട്. ഈ ടയർ ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും ടയർ ഓടിക്കോളുമല്ലോ, ടയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനല്ല. നമ്മൾ ടയർ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് റോഡുമായിട്ട് നമ്മുടെ ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ റോഡുമായിട്ട് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ടയറാണ്. ഇപ്പോൾ നിങ്ങൾ സഡൻലി ഇപ്പം ഇത്രയും ഇയർ ഇതായിട്ടുള്ള ടയർ ഉപയോഗിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? നിങ്ങൾ സഡൻലി ഇപ്പോൾ പോയി ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പെട്ടെന്ന് ടയർ ക്രാക്ക് ആവാനുള്ള ടയർ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി തെറിച്ച് നിങ്ങളുടെ വണ്ടി ആക്സിഡൻ്റ് ആവാൻ വരെ കാരണമാകും. അപ്പോൾ അത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എങ്ങനെ അറിയാവുന്നവർ കാണും, പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഇപ്പം ജാക്കി വെക്കേണ്ട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും എനിക്കറിയത്തില്ല, ഞാൻ വണ്ടി ഉപയോഗിക്കുന്നു, വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നു, പോന്നു. അപ്പം ഇതിനകത്തിപ്പം ഇതുപോലെ ആയിരിക്കും കോമൺ ആയിട്ട് എല്ലാ വണ്ടികളിലും. ഇപ്പം ഇതിനകത്തിപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു പീസ് കാണാം. നമുക്ക് ഇതുപോലൊരു പീസ് കാണാം. നോക്കി, ഇതുപോലൊരു പീസ് കാണാം. ഇങ്ങനെ സെപ്പറേറ്റ് പീസ് കാണാം. ഒരിക്കലും നമ്മൾ ഈ ബോഡിയെ വെക്കരുത്. ഈ ബോഡി കണ്ടോ, ഈ ബോഡിയൊക്കെ ഡാമേജ് ആയിപ്പോൾ. ഒരിക്കലും ഇതുപോലൊരു പീസ് ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്. അതുപോലെ 4 സൈഡിലും നമുക്ക് ഇതുപോലൊരു പീസ് അവൈലബിൾ ആണ്. മനസ്സിലായോ? ഈ പീസിലാണ് നമ്മൾ ജാക്കിയുടെ സെൻറ്റർ കറക്റ്റായിട്ട് കയറ്റി വെച്ച് നമ്മൾ പതുക്കെ അപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരു അപ്പ് ചെയ്യുമ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള അപ്പിയാവും. അല്ലാതെ നമ്മൾ ഈ ഒരു സൈഡ് നോക്കി മൊത്തത്തിൽ കുന്നുപോലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി അപ്പുറം സൈഡിലോട്ട് മറിഞ്ഞു പോകും. ഓക്കെ, മനസ്സിലായോ? പിന്നെ അതുപോലെ എനിക്ക് മെനഞ്ഞാന്നുണ്ടായൊരു അനുഭവം, ഞാൻ നല്ല ഒരാഴ്ചയായി മെനഞ്ഞാന്നുണ്ടായൊരു അനുഭവം പറഞ്ഞു തരുവാണെങ്കിൽ നമ്മുടെ വീൽ നട്ട് ഇത് ടൈറ്റായിട്ട് ഊരാൻ പറ്റുമോ എന്നറിയത്തില്ല. ഊരി കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടേ, ഞാൻ ഇത് ഊരി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിലൊരു ടയർ കൊണ്ട് മാറുമ്പം എന്തോ ചെയ്യും അവർക്ക് ഗണ്ണുണ്ട്, അവർക്കിത് കുഴപ്പമില്ല. പിന്നെയും ഗണ്ണ് വെച്ചുകൊണ്ട് അവരഴിക്കും. ഈ സാധനം ഗണ്ണ് അങ്ങോട്ട് കയറ്റിയിട്ട് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് മുറുക്കുമ്പോഴെന്തോ സംഭവിക്കുന്നത്? നമ്മുടെ ഇരിക്കുന്ന കമ്പനി വീൽ സ്പാൻഡർ, അതിപ്പോൾ മഹേന്ദ്രയുടെ വണ്ടിയായാലും ബുലീറോ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന മഹേന്ദ്രയുടെ വണ്ടിയാണ്. മഹേന്ദ്രയുടെ വണ്ടിക്ക് ഭയങ്കര ബിൽഡ് ക്വാളിറ്റി, അതിൻ്റെ വീൽ സ്പാൻഡർ ഭയങ്കര ടഫാണ് എന്നൊന്നും അഭിപ്രായപ്പെടല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടിക്കും ഇതേ സെയിം സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഇതെന്തോ ചെയ്യണം? നമ്മുടെ വണ്ടി, ഞാനെപ്പോഴും പറയുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത്, വീൽ സ്പാൻഡറൊക്കെ ഒടിഞ്ഞു പോവും, ചിലപ്പോൾ വീൽ സ്പാൻഡർ ബെൻഡായി പോവും ഇത് നമ്മൾ അഴിക്കാൻ ശ്രമിക്കുമ്പോൾ. രണ്ടാമത്, അപ്പോൾ നമ്മൾ നിങ്ങളുടെ വണ്ടിയുടെ വീൽ നട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ സൈസ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ബോക്സും ഒരു ലിവറൂടെ മേടിച്ച് നിങ്ങളുടെ വണ്ടി വെക്കണം. മനസ്സിലായോ? അപ്പോൾ അതൊരു മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ മെയിൻ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഈ വീൽ കപ്പ് നമുക്ക് തിരിച്ചിടാം. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വീൽ കപ്പ് എങ്ങനെ തിരിച്ചിടാം പ്രോപ്പറായിട്ട് എങ്ങനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ഇവിടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, വീൽ കപ്പിൽ ഈ ഒരു വെട്ട് കൊടുത്തേക്കുന്നുണ്ടോ? ഇത് ചുമ്മാ കൊടുത്തേക്കുന്നൊരു വെട്ടല്ല. ഇത് നമ്മൾ വീൽ കപ്പ് ഇടുമ്പം കറക്റ്റ് ഇത് കണ്ടോ,
ഇതിൻ്റെ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്ത് അടിയിൽ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള വെട്ടാം. അപ്പോൾ നമ്മളിങ്ങനെ കയറ്റി വെച്ചിട്ട് കറക്റ്റായിട്ട് അടിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് നമുക്ക് ഈ എയർ ഫില്ല് ചെയ്യാനുള്ള ഹോള് കറക്റ്റ് നമുക്ക് ഇവിടെ വരും. താണ്ടേ എയർ ഫില്ല് ചെയ്യാനുള്ള ഹോള് കറക്റ്റ് കണ്ട് ഇവിടെ വരും. അപ്പോൾ അതൊക്കെ അല്ലേ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടി ഉപയോഗിക്കുമ്പം വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കറക്റ്റായിട്ട്, ഇപ്പോൾ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങൾ കണ്ടോ, എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, നിങ്ങളുടെ വണ്ടിക്ക് എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിക്ക് എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, നോക്കി വണ്ടിക്ക് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പം. പക്ഷെ വണ്ടിയുടെ പല കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ പല പാർട്സും ഈ ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കൊണ്ടുപോയി ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി പെട്ടെന്ന് താപ്പോട്ട് ഇറക്കി കഴിഞ്ഞിട്ട് വണ്ടി അവിടെ കൂടി ഇടിച്ച് നിൽക്കുക, അതിനൊക്കെ അടിയിരിക്കുന്ന കമ്പോണൻസിനൊക്കെ പാർട്സിനൊക്കെ നല്ല വില വരും. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ പൊട്ടും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ റെൻറ്റിനായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ രീതിയിലായിരിക്കും, അവർക്കെല്ലാം പൈസ പൊട്ടും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനീ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും മെയിനായിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഗുണം, നിങ്ങളുടെ പോക്കറ്റിൽ പൈസ പൊട്ടത്തില്ല.